TV പ്രസാദ് കൂടി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. പ്രസാദ്, ഒരു ബിഗ് പൊളിറ്റിക്കൽ ത്രില്ലർ ആകും നിലമ്പൂർ എന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ അഷ്കർ പറയുകയായിരുന്നു അൻവർ ഇഫക്റ്റ്. അൻവറിനെ സംബന്ധിച്ചിടത്തോളവും മുന്നണികളെ സംബന്ധിച്ചിടത്തോളവും ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് എന്നുള്ളത്. LDF-ന് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. സർക്കാരിന്റെ വിലയിരുത്തലാകില്ല എന്ന് പറയുമ്പോൾ പോലും ഭരണ നേട്ടങ്ങൾ അവർ ഉയർത്തിക്കാണിക്കും. UDF-നാണെങ്കിൽ അൻവറിനെ കൂടെ കൂട്ടി മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അല്ലെ, BJP-യെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി ഇല്ല എങ്കിൽ പോലും അവർക്ക് കരുത്ത് കാട്ടുക എന്നൊരു ദൗത്യം കൂടിയുണ്ടല്ലോ. ഉറപ്പായും മൂന്ന് മുന്നണികളെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം തന്നെയാണ്. അതിൽ BJP മത്സരിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇതിനകം പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. ഇന്ന് അത് സംബന്ധിച്ചുള്ള ധാരണയായി എന്നുള്ളതാണ് വിവരം. എന്തായാലും LDF-നെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും ഒരു വലിയ മത്സരമാണ്, ജീവൻ മരണ പോരാട്ടമാണ് എന്നുള്ളത് വ്യക്തമാണ് വിനീത. കാരണം LDF-നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന പോരാട്ടമായി മാറുന്നു എന്നതാണ്. കഴിഞ്ഞ 2 തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച PV അൻവർ LDF-നെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ആകെ കുറ്റം പറഞ്ഞ് പുറത്തേക്ക് പോയപ്പോൾ ആ UDF-ന്റെ ഭാഗമായി ഇന്ന് അൻവർ നിൽക്കുമ്പോൾ UDF-നെ തോൽപ്പിക്കുക എന്നുള്ളത് LDF-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല കൂടിയാണ്. അവരുടെ ഒരു വെല്ലുവിളിയാണത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ UDF-നെ സംബന്ധിച്ച് PV അൻവർ UDF-ന്റെ ഭാഗമായി വരുന്നു എന്ന കരുത്ത് UDF-നുണ്ട്. UDF-നെ സംബന്ധിച്ച് ഇനിയിപ്പോൾ PV അൻവർ വന്നിട്ട് കൂടി ആ മണ്ഡലം പിടിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടി അവർക്കുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ LDF-നെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും ഒരു ജീവൻ മരണ പോരാട്ടമാണ് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയുള്ളത് സ്ഥാനാർത്ഥികൾ ആരാകും എന്നുള്ളത്. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമാകുന്നതോടുകൂടി മണ്ഡലത്തിൻ്റെ ഏതാണ്ടൊരു സ്വഭാവം വിലയിരുത്താൻ കഴിയുമെങ്കിൽ പോലും ഇതിൻ്റെ വിജയം ആർക്കൊപ്പമാണ് എന്നുള്ളത് അത് പ്രവചനാതീതം തന്നെയായിരിക്കും. കാരണം സമീപകാലത്ത് കണ്ട ഉപതെരഞ്ഞെടുപ്പുകളിൽ അത്യന്തം വീറും വാശിയുമേറിയ ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇങ്ങനെ വലിയ രാഷ്ട്രീയ കോലാഹലമുണ്ടാക്കിയ ഒരാൾ പുറത്തേക്ക് പോയി അതിൻ്റെ ഭാഗമായി ഒരു ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് LDF-നും UDF-നും ഇത് അഭിമാന പോരാട്ടമാണ്. മറ്റൊരു കാര്യമുള്ളത് BJP-യെ സംബന്ധിച്ച് അവർക്ക് ഈ സാഹചര്യത്തിൽ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം അവർ എടുക്കാനുള്ള കാരണത്തിൽ പ്രധാനപ്പെട്ട ഒന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഒരുങ്ങി നിൽക്കുമ്പോൾ അതിനു മുമ്പായി ഇവിടെ നിന്ന് സമയം കളയേണ്ടതില്ല, വളരെ കുറച്ച് വോട്ടുകൾ മാത്രമുള്ള ഒരു മണ്ഡലം എന്ന നിലയ്ക്ക് എന്തായാലും വിനീത മത്സരം പൊടി പാറുമെന്നുറപ്പ്.